ഫാമിലി സ്കൂട്ടർ എന്ന ലേബലിൽ ടി വി എസ് ഇന്ത്യയിൽ അവതരിപ്പിച്ചൊരു വെഹിക്കിളായിരുന്നു ടി വി എസ് ജുപ്പിറ്റർ. 2023 ഓഗസ്റ്റിലാണ് ടി വി എസ് സെക്കൻഡ് ജെൻ ജുപ്പിറ്ററിനെ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന 110 cc എഞ്ചിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ജുപ്പിറ്ററിന് തന്നെ 125 cc നിന്ന് ഡിറൈവ് ചെയ്ത ഏറ്റവും പുതിയൊരു 113 cc എഞ്ചിനുമായിട്ടാണ് ഈ ഒരു വാഹനം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു പുതിയ എഞ്ചിനുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു ISG എന്ന് പറഞ്ഞ പുതിയ ഫീച്ചറും കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ വെഹിക്കിളിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി ഇൻക്രീസ് ആവുകയും അതുപോലെ ഇനിഷ്യൽ ടൈമിൽ വെഹിക്കിളിന് ഒരു പിക്കപ്പ് കിട്ടാൻ സഹായമാവുകയും ചെയ്യും. ഏറ്റവും പുതിയ ജുപ്പിറ്റർ ഫസ്റ്റ് ടൈം കാണുന്ന സമയത്ത് നമുക്കൊരു EV സ്കൂട്ടറുമായിട്ടൊക്കെയുള്ളൊരു സാദൃശ്യം തോന്നിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് വെഹിക്കിളിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു LED DRLs നമ്മൾ EV സ്കൂട്ടേഴ്സിലൊക്കെ പൊതുവേ കണ്ടുവരുന്ന ടൈപ്പ് ഒരു ലൈറ്റിംഗ് ആണ് അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ലാംപ്സും LED തന്നെയാണ് നൽകിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നൈറ്റ് ടൈമിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിസിബിലിറ്റി ഈ ഒരു ലൈറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. DRLs അവർ ആ ഫ്രണ്ട് പോർഷനിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. 3 വേരിയൻസിലാണ് ജുപ്പിറ്റർ വരുന്നത്. ആദ്യത്തെ 2 വേരിയൻസിൽ ഡ്രം ബ്രേക്കും അതുപോലെ ടോപ്പ് വേരിയൻറ്റിൽ ഡിസ്ക് ബ്രേക്കുമാണുള്ളത്. നമ്മുടെ ഇപ്പോൾ ഉള്ളത് മിഡ് വേരിയൻറ്റ് വെഹിക്കിളാണ്. ഇതിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്. സൈഡ് പോർഷനിൽ നിന്നുള്ള വെഹിക്കിളിൻ്റെ ലുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ വന്നിരുന്ന 125 അതുപോലെ 110 cc കുറച്ചുകൂടെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് തോന്നിക്കുന്നുണ്ട്. റിയർ എൻഡിലേക്ക് വരുമ്പം ടെയിൽ ലാമ്പ് കാണുന്ന സമയത്ത് നമുക്ക് TVSൻ്റെ തന്നെ iQube എന്ന ഇലക്ട്രിക് വെഹിക്കിളുമായിട്ടുള്ള ഒരു സാദൃശ്യവും കാര്യങ്ങളും തോന്നി. iQube വന്നിട്ടുള്ള അതേ സെയിം ടെയിൽ ലാമ്പ് തന്നെയാണ് ഈ ഒരു വെഹിക്കിളിൽ അവർ നൽകിയിരിക്കുന്നത്. ഹാൻഡിൽ ബാസിലേക്ക് നോക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ പാസ് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഹോണിൻ്റെ സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ സെൽഫ് സ്വിച്ചും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോട് കൂടിയ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. 10x10 നാവിഗേഷനും ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 2 ട്രിപ്പ് മീറ്റർ, ആവറേജ് ഫ്യൂൽ എക്കോണമി, ഇൻസ്റ്റൻറ്റ് ഫ്യൂൽ എക്കോണമി, റേഞ്ച്, സ്പീഡോമീറ്റർ, ടൈം എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സും ഈ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ വരുന്നുണ്ട്. ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വാഹനത്തിൻ്റെ ഫ്യൂവൽ ലിഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചാർജിങ് പോർട്ടും നൽകിയിട്ടുണ്ട്. കീ സെറ്റിൽ തന്നെയാണ് ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യുന്നത്. പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫ്യൂവൽ ലിഡ് ഓപ്പൺ ആയി വരും. റൈറ്റ് സൈഡിൽ കീ സെറ്റിന് താഴെയായിട്ട് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും അവർ നൽകിയിട്ടുണ്ട്. 33 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു സ്കൂട്ടറിൽ വരുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള 2 ഹെൽമെറ്റ് വെക്കാനുള്ള ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി ഈ ഒരു വെഹിക്കിളിനുണ്ട്. ഫ്രണ്ടിലുള്ള കീ സെറ്റിൽ തന്നെയാണ് ഈ ഒരു ബൂട്ടിൻ്റെയും ലോക്ക് വരുന്നത്. പ്രസ് ചെയ്യാതെ കീ ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബൂട്ട് അൺലോക്കായി വരും. 113 cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. 8.02 PS ആണ് ഇതിൻ്റെ മാക്സിമം പവർ ഔട്ട്പുട്ട്. അതുപോലെ തന്നെ 9.8 Nm ടോർക്കാണ് ഇതിൽ വരുന്നത്. 105 kg ആണ് ഈ ഒരു വാഹനത്തിൻ്റെ കർവ് വെയിറ്റ് ആയിട്ട് വരുന്നത്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് സ്ത്രീകൾക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഈസി ആയിട്ട് ഈ ഒരു വെഹിക്കിൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്കിനിയും ജുപ്പിറ്റർ 130ൻ്റെ റൈഡിനെ പറ്റി സംസാരിക്കാം. അത്യാവശ്യം നല്ല രീതിക്ക് ഹാൻഡ്ലിങ്ങും അതുപോലെ തന്നെ റൈഡ് ക്വാളിറ്റി ഉള്ളൊരു വെഹിക്കിളാണ് ജുപ്പിറ്റർ 130. നേരത്തെ ഉണ്ടായിരുന്ന ജുപ്പിറ്റർ 125ൻ്റെ അതേ ചാസയിൽ തന്നെയാണ് ഈ ഒരു വെഹിക്കിളും വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് റൈഡ് ക്വാളിറ്റി ഉള്ള വെഹിക്കിളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന 125. ആ ഒരു സെയിം റൈഡ് ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഈ വെഹിക്കിളിലും കാണാൻ പറ്റും. റൈഡിങ് പൊസിഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഹാൻഡിൽ ബാറിൻ്റെ ആ ഒരു ഡിസൈൻ ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ വണ്ടി കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ജുപ്പിറ്ററിൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ടെക്നോളജി എന്ന് വെച്ചാൽ അവരുടെ IGO അസിസ്റ്റ് എന്ന് പറയുന്ന ടെക്നോളജിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. വെഹിക്കിളിൻ്റെ ഓവറോൾ ഫ്യൂവൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്വിക്ക് ആക്സിലറേഷൻ വേണ്ട ടൈമിൽ ഇതൊരു അസിസ്റ്റ് തരും. നമ്മൾ ത്രോട്ടിൽ ഇപ്പം ഒരു സ്റ്റാൻഡ് ബൈയിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ത്രോട്ടിൽ പെട്ടെന്നൊന്ന് ബ്ലിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെഹിക്കിളിൽ ഒരു പെട്ടെന്നൊരു ആക്സിലറേഷൻ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ക്വിക്ക് ആക്സിലറേഷൻ കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഓവർടേക്സ് കാര്യങ്ങളൊക്കെ തന്നെ എടുത്തു പോകാൻ പറ്റുന്നുണ്ട്. നല്ല രീതിക്ക് ഈ ഒരു അസിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലാതെ വെറുതെ പേരിന് ഒരു അസിസ്റ്റ് വെക്കുക എന്നുള്ള രീതിയിലല്ല അവർ ചെയ്തിരിക്കുന്നത്. നല്ല ക്ലെവറായിട്ട് എഞ്ചിനീയറിംഗ് ചെയ്ത് തന്നെയാണ് ഈ ഒരു സിസ്റ്റം ഇവർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോർണേഴ്സൊക്കെ എടുക്കുന്ന സമയത്തായാലും നമ്മൾ TVSൻ്റെ എല്ലാ സ്കൂട്ടേഴ്സും എടുത്ത് നോക്കുന്ന സമയത്ത് ഈ വിഗോ അതുപോലെ ജുപ്പിറ്റർ തുടങ്ങിയ സ്കൂട്ടേഴ്സ് കോർണറിങ് സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യും. അത്യാവശ്യം നല്ല രീതിക്കുള്ള കോർണേഴ്സ് എടുക്കുന്ന സമയത്തും വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോകുക എന്നുള്ള ഫീലിങ്സും കാര്യങ്ങളും ഒന്നും നമുക്ക് വന്നിരുന്നില്ല. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടയേഴ്സ് TVSൻ്റെ യൂറോ ഗ്രിപ്പിലുള്ള ടയേഴ്സാണ്. അത്യാവശ്യം നല്ല രീതിക്കുള്ള റോഡ് ഗ്രിപ്പ് ഈ ഒരു ടയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുഷ്യനും കാര്യങ്ങളൊക്കെ തന്നെയുള്ള സീറ്റ്സാണ് ഈ ഒരു ജുപ്പിറ്ററിൽ വന്നിട്ടുള്ളത്. നമ്മൾ അത്യാവശ്യം ദൂരയാത്ര പോകുന്ന സമയത്തും വലിയ രീതിക്കുള്ള പെയിനും കാര്യങ്ങളൊന്നും നമുക്ക് വരാൻ സാധ്യതയില്ല. സുഖമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സീറ്റ്സിലിരുന്നുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും. വെഹിക്കിളിൻ്റെ കർവ് വെയിറ്റ് 105 kg വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലേഡീസിനും ഒക്കെ കൈകാര്യം ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും.
മൊത്തത്തിൽ പറയുമ്പം നിങ്ങൾ നെക്സ്റ്റ് ഒരു വെഹിക്കിളിലേക്ക് നിങ്ങളൊരു സ്കൂട്ടർ വീട്ടിലെടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ജൂപ്പിറ്റർ ട്രൈ ചെയ്യണം. ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന എല്ലാ വെഹിക്കിളും ഓടിച്ച് നോക്കണം. അതിൽ തന്നെ ബെസ്റ്റ് വൺ ആയിട്ടാണ് ഇപ്പം ജൂപ്പിറ്റർ നിൽക്കുന്നത്. ലുക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അടിപൊളിയാണ് ലുക്സും. അതുപോലെ തന്നെ എല്ലാവർക്കും കണ്ടാൽ ഇഷ്ടപ്പെടും. മീൻസ് യുവാക്കളെയും ആകർഷിക്കുന്ന രീതിയിലാണ് ഈ ഒരു വട്ടം ഒരു ജൂപ്പിറ്ററിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത്. നേരത്തെ ഒരു ഫാമിലി സ്കൂട്ടർ എന്ന ലേബലിലായിരുന്നു വെഹിക്കിൾ വന്നുകൊണ്ടിരുന്നത്. ആ ഒരു തരത്തിലും ഇപ്പം വെഹിക്കിൾ പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലുക്സിൻ്റെ കാര്യത്തിലും വെഹിക്കിൾ പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു മോഡലിലൊന്നാണ് ജൂപ്പിറ്റർ 113. അപ്പോൾ മറ്റൊരു വെഹിക്കിളിൻ്റെ വിശേഷമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.